നേട്ടങ്ങൾ പലത് പറയാനുള്ള പാർട്ടിയാണ് ലീഗ്. പക്ഷേ മുസ്ലിം ലീഗിനൊരു ചീത്തപ്പേരുണ്ടായിരുന്നു, വനിതാ MLA മാരില്ല എന്നത്. ആ ചീത്തപ്പേര് മാറ്റി ചരിത്രം കുറിച്ച ഫാത്തിമ തെഹ്ലിയാണ് നമുക്കൊപ്പം ഉള്ളത്. ഈ ലീഗിനെ സംബന്ധിച്ച് മറ്റൊരു പാർട്ടിയെ സംബന്ധിച്ച് പോലെയല്ല ലീഗിന് ഒരു വനിതാ MLA. നിങ്ങളൊക്കെ MSFൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്ന വലിയ ചോദ്യമായിരിക്കും. അപ്പോൾ അതിന് ഒരു മറുപടി കൊടുക്കാൻ ഇപ്പം കഴിഞ്ഞതിൽ എന്താണ് തോന്നുന്നത്? എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു ചീത്തപ്പേരല്ല. കാലങ്ങളായിട്ട് ഓരോ സംഘടനകളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പം എൻ്റെ പാർട്ടിയിൽ ഈ രൂപത്തിലൊരു മാറ്റമുണ്ടായി. ഇതേപോലെ ഇനിയും ഒരുപാട് സംഘടനകളുണ്ടല്ലോ, അവർക്കൊക്കെ പ്രചോദനമാവട്ടെ. അവരും ഈ രൂപത്തിലുള്ള മാറ്റങ്ങൾ, സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കുന്ന ആ രൂപത്തിൽ അവരെ ചേർത്ത് പിടിക്കുന്ന രൂപത്തിലുള്ള സമീപനം എടുക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പേരാമ്പ്ര ഇടത് കോട്ടയാണ്. അവിടെ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനൊരു തരംഗവും ഇല്ലെങ്കിൽ ജയിക്കാൻ കഴിയുന്നതൊക്കെ പ്രയാസ ആൾക്കാരിലൊക്കെ അങ്ങനെ കണക്കൂട്ടിയൊരു മണ്ഡലമാണ്. അവിടേക്ക് മത്സരത്തിനൊരു പോരാളിയെ വിടുന്നു എന്നതിനപ്പുറത്തേക്ക് അത് പിടിച്ചെടുക്കണം എന്നൊരു വാശി അത് എപ്പോഴാണ് തുടങ്ങിയത്? പേരാമ്പ്ര ഇടത് കോട്ടയാണോ? അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ 6 പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. അതുപോലെ അവിടുത്തെ ആളുകൾ യഥാർത്ഥത്തിൽ പിന്നെ ഇടതുപക്ഷമാണ് എന്ന് ഇടതുപക്ഷത്തിൻ്റെ മണ്ണാണെന്നൊക്കെ അവകാശപ്പെടുന്ന സ്ഥലമാണത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ ജാതി മത ഭേദമന്യേ, രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ആളുകളോട് വോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ രൂപത്തിലുള്ള സ്നേഹം എനിക്ക് ആളുകൾ തന്നു. ആ രൂപത്തിൽ എന്നെ വിജയിപ്പിച്ചു. അവരുടെ പ്രതീക്ഷയായിട്ട് മാറി. ഇനിയും ഒരു ജനകീയമായിട്ട് അവർക്കൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു MLA ആയിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലൊക്കെ ഒരു അനൗൺസ്മെൻറ്റ് ഒക്കെ ഉണ്ടായി. അത് മാനസികമായി എങ്ങനെയാണ് ആ തരത്തിലേക്ക് വരുമ്പോൾ ഇടതു പാർട്ടികളുടെ ഭാഗത്തു നിന്നൊരു അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ അവിടെ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഞാൻ ആ വിഷയത്തിലേക്കൊന്നും അത്ര ആഴത്തിൽ പോയിട്ടില്ല. പരമാവധി വോട്ടർമാരെ കാണാനാണ് ഞാൻ ശ്രമിച്ചത്. ഓടി നടന്നു. മണ്ഡലത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് മലപ്രദേശങ്ങളുണ്ട്, പുഴകളുണ്ട്, വയലുകളുണ്ട്. അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള മിക്സായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ജിയോഗ്രഫിക്കൽ റീജിയനാണ് പേരാമ്പ്ര എന്ന് പറയുന്നത്. അപ്പം മാക്സിമം ആളുകളിലേക്ക് എത്താനുള്ള ശ്രമം നടത്തി. അപ്പോൾ ഇത്തരത്തിലുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ പുറത്തായിരുന്നു നടന്നിരുന്നത്. അകത്ത ആളുകളുടെ മനസ്സിൽ അതൊന്നും ഇല്ല എന്ന് ഞാൻ അന്നേ പറയുന്നുണ്ടായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാവുകയും ചെയ്തു. എന്തൊക്കെ പറയുമ്പോഴും കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളിൽ ലീഗിന് ഒരു വലിയൊരു പുരുഷാധിപത്യമുണ്ട്. അങ്ങനെ ഒരു സമൂഹത്തിൽ ഹരിതയുടെ നേതൃത്വത്തിലേക്കും MSFിലേക്കും എല്ലാം കടന്നു വന്ന ആദ്യ ഒരു വനിതയാണ്. അപ്പോൾ ഈ കടന്നു വരുന്ന ഘട്ടത്തിൽ സ്ഥിരമായ ആണുങ്ങൾ മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അധികാര സ്ഥാനങ്ങൾ തുടക്കക്കാരിയാവുക, അത് ഫൈറ്റ് ചെയ്ത് തന്നെയാണോ അത്തരം ഒരു സ്ഥാനങ്ങളിലേക്കൊക്കെ പാർട്ടിയെ തിരുത്തി? ഇപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടി ഒരു വലിയ തിരുത്തലിന് കൂടിയാണ് ഒരു വനിതാ MLA വരുന്നത്. അത്തരം ഒരു വലിയ സ്ട്രഗിൾ കൂടി നേരിട്ടാണോ കടന്നു വന്നത്? എനിക്കൊരു തിരുത്തലുണ്ട്. എൻ്റെ പാർട്ടി മാത്രം ഇതേപോലെ നിങ്ങൾ പുരുഷാധിപത്യ സംഘടന എന്ന് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. മറ്റുള്ള പ്രധാന പാർട്ടികൾക്കൊക്കെ MLA-മാരുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ MLA-മാരെ മാത്രം കാര്യം നോക്കിയാൽ പോരല്ലോ. പാർട്ടി പോർട്ട്ഫോളിയോയിൽ എത്ര ആൾക്കാർ, ഇപ്പോൾ CPM-ൻ്റെ തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ. അതിൽ ഭാരവാഹിത്വത്തിലിരിക്കുന്ന ലാസ്റ്റ് പാർട്ടി കോൺഗ്രസ്സിൽ എത്ര സ്ത്രീകളെ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെയൊക്കെ CPM ആദ്യം മന്ത്രിസഭയിൽ തന്നെ KR ഗൗരിയെ പോലെ ഒരു മന്ത്രി വന്ന പാർട്ടിയാണ്. കോൺഗ്രസിനും അങ്ങനെ അവകാശപ്പെടാനുണ്ട്. ലീഗിനാണ് പ്രധാന പാർട്ടികൾ, അതൊരു ചരിത്രമാണല്ലോ. ലീഗിന് പ്രധാന പാർട്ടികൾ അങ്ങനെ ഒരു MLA പോലും അവകാശപ്പെടാനില്ല. പക്ഷേ പ്രധാന പാർട്ടികൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു തിരുത്ത് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് സ്വന്തം പാർട്ടി എന്ന നിലയ്ക്ക് അത് ന്യായീകരിക്കുമ്പോഴും ആ തിരുത്തിലേക്ക് വന്നതൊരു ചരിത്രമാണ്. അതിൻ്റെ ഒരു വഴി എങ്ങനെയായിരുന്നു? 1991 കമറുന്നീസ അൻവറിന് അവസരം നൽകിയ പാർട്ടിയാണ് എൻ്റേത്. അതിനുശേഷം ശ്രീമതി നൂർബിന റഷീദിന് അവസരം നൽകി. ഇപ്പോൾ എനിക്ക് അവസരം നൽകി. അപ്പോൾ ഇപ്പോൾ എനിക്ക് വിജയിക്കാൻ സാധിച്ചു, അന്ന് അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പരിഗണന കാലങ്ങളായിട്ട് പാർട്ടി നൽകുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഇത്രയും ഈ ഒരു 2012 മുതൽ സജീവമായി രാഷ്ട്രീയ രംഗത്തുണ്ട്. എനിക്ക് ഈ രൂപത്തിൽ പാർട്ടി അവസരങ്ങൾ തന്നതുകൊണ്ടാണ് ഇന്ന് നിയമസഭയിലേക്ക് പോലും വിജയിച്ച് കയറാൻ സാധിച്ചത്. എന്നെ ഹെൽപ്പ് ചെയ്ത ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ അതെൻ്റെ പൊളിറ്റിക്കൽ ലൈഫ് തന്നെയാണ്. ആ പൊളിറ്റിക്കൽ ലൈഫിന് കാരണം എൻ്റെ പാർട്ടിയാണ്. ഇനിയും കൂടുതൽ സ്ത്രീകളെ ലീഗിൻ്റെ നേതൃസ്ഥാനത്തേക്കും അതിൻ്റെ എല്ലാ സ്ഥാനങ്ങളിലേക്കും എത്തിക്കാൻ ഇതൊരു സ്വാഭാവികമായിട്ട് ഒരു വലിയ പ്രചോദനമാണ്. ലീഗിലേക്ക് അങ്ങനെ സ്ത്രീ കൂടെ വരാൻ അത്തരം ഒരു പരിശ്രമം കൂടി നടത്തുമോ? എന്തായാലും നടത്തും, തീർച്ചയായിട്ടും. ഞാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് തന്നെയാണല്ലോ. ഹരിതയിലൂടെയാണ് ഞാൻ പൊതുരാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത് 2012 മുതൽ. ഹരിത എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം MSFിൻ്റെ സ്ത്രീ വിഭാഗമാണ്, വനിതാ വിഭാഗമാണ്. അതിലൂടെ ഇന്ന് ക്യാമ്പസുകളിലാകെ കേരളത്തിലെ ഉടനീളമുള്ള ക്യാമ്പസുകളിൽ ഹരിത ഇന്ന് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഘടനയായിട്ട് മാറി. രാഷ്ട്രീയ മേഖലയിലേക്ക് പെൺകുട്ടികൾ ഇടപെടാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഞാൻ. ഞങ്ങൾ 20% ഞങ്ങളുടെ പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക് സ്ത്രീകൾ
സ്ത്രീകളെ കൊണ്ടുവരികയാണ്. ഏത് സംഘടനയ്ക്ക് അതിന് സാധിച്ചിട്ടുണ്ട്? 20% ഞങ്ങൾ പാർട്ടി ഭാരവാഹിത്വം സ്ത്രീകൾക്ക് കൊടുക്കുകയാണ്. നിർബന്ധമാണ്, അത് റിസർവേഷനാണ്. വേറെ ഏത് സംഘടന ചെയ്തിട്ടുണ്ട് അത്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ അവസരങ്ങൾ ലഭിക്കുമ്പോൾ കൂടുതൽ സ്ത്രീകൾക്ക് അവസരങ്ങൾ ഉണ്ടാവട്ടെ, പൊളിറ്റിക്കലി അവർ ചിന്തിക്കട്ടെ, ഇടപെടട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ ആദ്യ MLA എന്ന രീതിയിൽ തന്നെ ആദ്യ തവണ പലരും കന്നിക്കാരായവർ മന്ത്രിസ്ഥാനത്തേക്ക് എത്തി. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ചരിത്രം കുറെ കൂടി ശോഭിക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഈ കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് ഞാനല്ല. പാർട്ടിക്ക് ഓരോ സമയത്തും പാർട്ടിയുടേതായിട്ടുള്ള തീരുമാനമുണ്ട്. പിന്നെ ഞാൻ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളല്ല. എന്നെക്കൊണ്ട് പറ്റുന്ന, അല്ലെങ്കിൽ ഞാനൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഒരു കുറച്ചുകൂടെ എന്താ പറയുക, അക്കാഡമിക്കലി ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ വർക്ക് ഹോളിക് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ വലിയ സ്വപ്നങ്ങൾ കാണുക എന്നുള്ളതിനപ്പുറത്തേക്ക് ചെയ്ത ഉത്തരവാദിത്വം അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ പാർട്ടി ഇപ്പം MLA ആയിട്ട് എന്നെ നിലനിർത്തുന്നു പേരാമ്പ്രയിൽ. ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ, തുടക്കക്കാരി എന്നുള്ള രൂപത്തിൽ ആരംഭത്തിൽ എനിക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ചെറുപ്പത്തിലെ രാഷ്ട്രീയത്തിലേക്ക് ഇടപെട്ടതാണ്. അപ്പോൾ മോളിങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന കാണുമ്പം ഉമ്മയ്ക്ക് അങ്ങനെ രാഷ്ട്രീയ പാരമ്പര്യമില്ല, വലിയ ആശങ്കയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു? എനിക്കുള്ള പേടിയുണ്ടായിരുന്നു, എങ്ങനെയാണ് മുന്നോട്ട് പോവുക. പിന്നെ അവളൊരു തീരുമാനമാണ്, അത് ഭംഗിയായി മുന്നോട്ട് പോകട്ടേന്ന് നമ്മളിങ്ങനെ എപ്പോഴും വിചാരിക്കും. മോളെ അത്തരത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസമായിരുന്നു. അതുണ്ടായിരുന്നു. അപ്പോഴും മനസ്സിൽ ഒരു ആശങ്ക കാണില്ലേ? സാധാരണ ഇതിൽ കുട്ടികളൊക്കെ ഇങ്ങനെ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, എതിരാളികൾക്ക് നേരെ ആക്രമണം അല്ലെങ്കിൽ വാചകങ്ങൾ ഉന്നയിക്കുന്നു, അത്തരം ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു, എന്താ എവിടെയും തെറ്റുപറ്റി പോവുമല്ലോ, ഒന്നില്ലാതൊക്കെയുള്ള പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകട്ടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ നിൽക്കും എപ്പോഴും. എന്ത് തോന്നുന്നു മകൾ ഇങ്ങനെ ഒരു ലീഗ് പ്രവർത്തകൻ കൂടിയായ അച്ഛന് മകൾ ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചപ്പോൾ? വളരെയധികം സന്തോഷമുണ്ട്. അവൾ വളരെ ചെറുപ്പത്തിൽ തന്നെ തിരഞ്ഞെടുത്തൊരു ഫീൽഡാണ്. ഒരു +2 കഴിയുന്ന സമയത്ത് മറ്റ് മേഖലയിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ മേഖല അതല്ല എന്ന് പറയുകയും ഞാൻ ഒരു പൊതുപ്രവർത്തകയാകാൻ, അത് രാഷ്ട്രീയമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല, സാമൂഹ്യ മേഖലകളിൽ ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് വിദ്യാഭ്യാസമാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ LLB ലോ തിരഞ്ഞെടുക്കുകയും ആ മേഖലയിലേക്ക് മാറുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം സജീവമായ സാന്നിധ്യം പല മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. സാമൂഹ്യ രംഗത്തും ഒരുപാട് ആളുകളെ സഹായിക്കുന്ന രംഗങ്ങളിലൊക്കെ ഇടപെടുന്നത്. അതിനുശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് സജീവമായി കോളേജ് സമയത്തും അതിനുശേഷമൊക്കെ ഇടപെടുകയും ആ മേഖലയിൽ കടന്നു വരികയും ചെയ്തത്. പിന്നെ ഇടപെട്ടിടത്തോളം ഏത് മേഖല ഇടപെട്ടാലും അത് വിജയിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം അവൾക്കുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇടപെടുന്ന മേഖലയിലൊക്കെ അവർക്ക് വളരെ ഭംഗിയായിട്ട് ആ പ്രവർത്തനം കാഴ്ചവെക്കാനും മുന്നോട്ട് പോകാനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പാർട്ടിയിൽ ഇതുപോലെ ഹരിതയിലും അതുപോലെ തന്നെ പാർട്ടിയിലുമൊക്കെ MSFലൊക്കെ വരാനും അതിനുശേഷം പാർട്ടി ഒരു ഉത്തരവാദിത്തം വല്ല ഏൽപ്പിക്കാനും ഒക്കെ പാർട്ടി തയ്യാറായെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പേരാമ്പ്രയിൽ അങ്ങനെ പേരാമ്പ്രയിലേക്ക് തിരഞ്ഞെടുപ്പ് വളരെ സന്തോഷമുണ്ട്. പേരാമ്പ്ര ജനങ്ങൾ വളരെ സന്തോഷപൂർവ്വം അവളെ സ്വീകരിക്കുകയും വളരെ മനസ്സിൽ നെഞ്ചേറ്റുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അവിടെ വിജയിച്ച് വരാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും തുടർന്നും ഈ പറയുന്ന പോലെ പേരാമ്പ്രയിലെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ അവർക്ക് സാധിക്കുമാറാവട്ടെ, അവിടെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശരി, എന്തായാലും ലീഗിൻ്റെ ചരിത്രം കുറിച്ചുകൊണ്ടാണ് ഫാത്തിമ തെഹലിയ കേരള നിയമസഭയിലേക്ക് എത്തുന്നത്. ഇനിയും ലീഗിന് ഈ മട്ടിൽ കൂടുതൽ ചരിത്രങ്ങൾ കുറിക്കാൻ കഴിയട്ടെ എന്ന് കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. ക്യാമറമാൻ സന്തോഷിനൊപ്പം കിരൺ ബാബു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.